തക്കാളിക്ക വെച്ചു. പിന്നെ പാവയ്ക്ക തോരൻ വെച്ചു. ഇത് ഫ്രൈ ആക്കും. ഫ്രൈ ആക്കുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നീളം അരിഞ്ഞ് ഫ്രൈ ആക്കണം, വെള്ളമില്ലാതെ. ഒരു ചേച്ചി ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതുകൂട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കുന്ന കണ്ടു, മസാലപ്പൊടിയൊക്കെ ഇട്ട്. ഞാനാണെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് തേങ്ങാക്കൊത്തിട്ട് ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെക്കും. വന്നു പാപ്പു അന്ന് ഇത്ര നേരം അവിടെ കിടക്കുമായിരുന്നു. ക്ഷീണം മാറിയില്ല, കാലും വേദനയുണ്ട്. എന്നാലും പാപ്പു അവിടെ കിടക്കുമായിരുന്നു. അന്നേരം ഞാൻ ഓടി ഇങ്ങ് വന്നത് അവളെ കാണാതെ. വഴിപ്പോക്ക് കുറഞ്ഞു, എന്നാലും പേടിയൊന്നുമില്ല. അങ്ങനെ നടക്കുന്നു. അന്നേരം ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ വെക്കുന്ന എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ പറയണേ, ഉരുളക്കിഴങ്ങ് ഫ്രൈ വെക്കുന്ന എങ്ങനെയാണ്. ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എപ്പോഴും വറുത്തരച്ച് തേങ്ങാക്കൊത്തിട്ട് വറുത്തരച്ച് അങ്ങ് വെക്കും. അതുപോലെ ഞാൻ വെക്കും. ഫ്രൈ വെച്ചിട്ടില്ല. നല്ല ഉരുളക്കിഴങ്ങാട്ടോ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ഇല്ല, ഈ പ്രാവശ്യം ഒരുപാട് എല്ലാ വർഷത്തിനെക്കാട്ടിലും നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചു ഒരു കാര്യം. ഒരുപാട് മാവ്, മുരിങ്ങ ശരിയാട്ടോ. എൻ്റെ മുരിങ്ങ പൂത്ത് ഇവിടുത്തെ ഇഷ്ടം പോലെ പൂവാ, ഇഷ്ടം പോലെ കായ. ഇത് ഞാൻ കാണിച്ചു തരാവേ വീഡിയോ എടുത്തു കഴിയുമ്പോൾ. ഇഷ്ടം പോലെ മുരിങ്ങ പൂത്ത് നിൽപ്പുണ്ട്. എല്ലാ മുരിങ്ങ രണ്ട് മുരിങ്ങ പൂത്ത് നിൽക്കുക. അന്നേരം ഈ കൊല്ലം എന്നാന്നറിയത്തില്ല കേട്ടോ, നന്നായിട്ട് മുരിങ്ങ, മാവ്, പ്ലാവ് എല്ലാം നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യേ, ഒരു വീട്ടിൽ ഒരു മരണം നടക്കുവാന്നുള്ള സൂചന കാണിക്കുന്ന പറയുന്നത്. ചില വീട്ടിൽ അല്ല, പ്രകൃതി ഏത് വീട്ടിലാണോ മരണം നടക്കാൻ പോകുന്നത് ആ വീട്ടിലെ പ്രകൃതി ഓരോരോ സൂചന കാണിക്കുന്ന പറയുന്നത്. അന്നേരം എൻ്റെ ചക്കാമ്പഴ വീടിൻ്റെ അടുത്ത് ഒരു അമ്മായി എന്ന് പറഞ്ഞൊരു വയസ്സായ ചേടത്തി ഉണ്ടായിരുന്നേ. അന്നേരം ആ ചേടത്തി പറഞ്ഞു, ആ ചേടത്തിയുടെ നാത്തൂൻ മരിച്ചപ്പോൾ കുമ്പളങ്ങ ആർത്ത് കായ്ച്ച് കുമ്പളങ്ങയുടെ വള്ളി പൊട്ടുന്ന വരെ ഒരു 100-300 കുമ്പളങ്ങ ഒരു കുമ്പളത്തേലുണ്ടായിരുന്നു പറഞ്ഞു. അന്നേരം ആർത്തലച്ച് കായ്ച്ചു കിടക്കുവാന്ന്, ആർത്തലച്ച് കായ്ച്ചു കിടക്കുവാന്ന് പറഞ്ഞു. അന്നേരം ആ വർഷം തന്നെയാണ് ആ ചേച്ചിയുടെ നാത്തൂൻ മരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇല്ല, ചേട്ടൻ നട്ട ബഡ് പ്ലാവ് അല്ല മാവ്, ബഡ് മാവ്. ഈ തൃശ്ശൂരുകാരെ സ്ഥലമില്ലെങ്കിലും ഇല്ലേ, ഒരു മാവ് നടും. സ്വന്തം മുറ്റത്ത് ഒരു മാവ് നടും, സ്ഥലമില്ലെങ്കിലും. അങ്ങനെ തൃശ്ശൂർ ഭാഗത്ത് എല്ലാ വീട്ടിലും മാവുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അത് അവർക്കൊരു മാവെന്നുള്ളത് അവർക്കൊരു വീക്കൻസ് ആയിരിക്കും. അതെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ നോക്കിയപ്പോൾ എല്ലാ മുറ്റത്തും മാവുണ്ട്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്ത് 3 മാവുണ്ട്. 2 എണ്ണം അതന്നെ, ഒരെണ്ണം പിന്നെ ബഡ് മാവ് ചെറുത്, പിന്നെ 2 എണ്ണം മൂവാണ്ട്. നല്ല രുചിയാ. അത് നല്ല കാതലുള്ള മാങ്ങായാണേ, കുരു കുറവാ, പക്ഷെ നല്ല കാതലുള്ള മാങ്ങായ. പക്ഷെ അതിന് രുചിയും കൂടുതലാ. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ അവിടെ 3 മാവ് നിൽപ്പുണ്ട്. 2 മാവ് പെട്ടെന്ന് മൂത്ത് പഴുക്കും, പെട്ടെന്ന് തന്നെ പഴുക്കും. ഒരു മാവ് ഭയങ്കര പ്രശ്നമാണ്. എന്നുവെച്ചാൽ ആ മാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കയ്പാ തൊലിക്ക്. അങ്ങനെ ഒരു മാവ് എനിക്കറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല.
അച്ചാറിട്ടിട്ടുണ്ട്. തൊലി ചെത്തി അച്ചാറിടുന്നില്ല, ഈ കയ്പ് തൊലിയുള്ള മാങ്ങ വലുത് നീളൻ, തൊലി ചെത്തി അച്ചാറിടുന്ന. ബാക്കി രണ്ടെണ്ണം നല്ല രുചിയാ. അയലക്കറിയൊക്കെ വെക്കാനും മാമ്പഴക്കറി, ഞാൻ അവിടെ ചെന്നാൽ മാമ്പഴക്കറി വെക്കും. അന്നേരം തൈര് മേടിപ്പിച്ചിട്ട് മാമ്പഴം 5-8 മാമ്പഴം എടുത്തിട്ട് ഞാൻ അന്നേരം മാമ്പഴം കറി വെക്കും. പിന്നെ മാമ്പഴം പുളിശ്ശേരി വെക്കും, മാമ്പഴക്കറി വെക്കും, പിന്നെ മാങ്ങ അച്ചാറിടും, പിന്നെ വെറുതെ മാങ്ങ കണ്ടിച്ച് തേങ്ങ അരച്ച് ചേർത്ത് അങ്ങനെ വെക്കും. അന്നേരം ചേച്ചിയുടെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ കറി വെക്കുന്നത്. ഞാൻ ഇപ്പൊ വരാവേ. ഞാന് കോഴി മുട്ടയിട്ടൊന്ന് നോക്കാൻ പോയതാ. കോഴി മുട്ടയിട്ടൊന്ന് നോക്കുമ്പോൾ അന്നേരം ചേച്ചിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കറി വെക്കുന്നത്. അന്നേരം എൻ്റെ ആങ്ങളമാർക്കും അതെ കേട്ടോ, ഞാൻ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രുചിയാണെന്നാ പറയുന്നത്. ഞാൻ ഏത് മീൻ കിട്ടിയാലും മത്തി, കൂടുതലും മത്തിയാ, മുളകിട്ട് പറ്റിക്കും. അതുപോലെ ഏത് മീൻ കിട്ടിയാലും എല്ലാവരോടും എൻ്റെ ആങ്ങള പറയുക. പിന്നെ നമ്മളെ പറ്റി ഒരു സന്തോഷം ഉണ്ടല്ലോ ആങ്ങളമാർക്ക്, എൻ്റെ പെങ്ങന്മാർ വെക്കുന്ന നല്ലതാന്നുള്ളൊരു ഗമയുണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നറിയത്തില്ല. എൻ്റെ ആങ്ങള എപ്പോഴും പറയും, അതൊക്കെ എൻ്റെ കുഞ്ഞു പെങ്ങള് കറി വെക്കണം, എന്തോരം ചോറ് വേണമെങ്കിലും ഉണ്ണാന്ന് എൻ്റെ ആങ്ങള എല്ലായിടത്തും. നാത്തൂൻ്റെ വീട്ടിലൊക്കെ ചെന്ന് പറയും, എൻ്റെ കുഞ്ഞു പെങ്ങള് കറി വെക്കണമെന്ന്, ഞാൻ കറി വെക്കണമെന്ന്. എന്നിട്ട് ആങ്ങള അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഇല്ലേ, ആദ്യം വരുന്നത് എൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഗമയാണ്. വന്നത് എന്നെ കാണാനാന്നുള്ളൊരു വരവ് വന്നേച്ചേ എന്നോട് പറയുന്ന എന്നാന്നോ, ഞാൻ എൻ്റെ അളിയനെ കാണാൻ വന്നതാണ്. എന്നോട് പറയും, ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ എൻ്റെ അളിയനെ കാണാൻ വന്നതെന്ന് പറയും. എന്നാ ഇഷ്ടമാണെന്നറിയാവോ ഞാൻ കറി വെച്ച് കൊടുക്കുന്ന, ഭയങ്കര ഇഷ്ടമാണ്, എന്നാ രുചിയാന്നാ പറയുന്നത്. അതുപോലെ തന്നെ നാത്തൂൻ്റെ വീട്ടില് പിന്നെ ഞാൻ കറി വെക്കുന്ന പോലെ തന്നെ നാത്തൂനും പിന്നെ കറി വെക്കാൻ തുടങ്ങി. എന്നിട്ടില്ലേ, ചേച്ചിയുടെ ഭർത്താവ് മരിച്ചന്ന് ഞങ്ങളവിടെ പോയേ, എൻ്റെ പൊന്നോ, എല്ലാം കാണത്തില്ലാത്ത പോലെ ആ ബഡ് മാവ് കായ്ച്ചു കിടക്കുക, എല്ലാം കാണത്തില്ല, മാങ്ങ മാത്രമേ ഉള്ളൂ അത്തേല്, മാങ്ങ മാത്രം കായ്ച്ച് 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 കിടക്കുക, ഇല ഒരു തുള്ളിയില്ല. അന്നേരം അവിടെ ഉള്ളവർ പറയുവാണേ, അതുപോലെ തന്നെയല്ലേ വാളംപുളി കായ്ച്ചെന്ന്, ചേട്ടൻ മരിച്ചെന്ന്. ചേച്ചിയുടെ ഭർത്താവ് മരിച്ച ആ വർഷം വാളംപുളി എന്നുവെച്ചാൽ ചേട്ടൻ്റെ തറവാട്ടിൽ വാളംപുളി ഉണ്ട്. തൃശ്ശൂർ എല്ലായിടത്തും ഉണ്ട് കേട്ടോ വാളംപുളി മാങ്ങായി. എന്നിട്ടില്ലേ, വാളംപുളി ആർത്ത് കായ്ച്ചെന്ന് പറഞ്ഞ ഒരിക്കലും അത്രേ വാളംപുളി കായ്ച്ച അവർ കണ്ടിട്ടില്ലെന്ന്. അതുപോലെ വാളംപുളി കായ്ച്ചെന്ന് പറഞ്ഞ നമ്മളൊരു വീട്ടിൽ ഒരു മരണം നടക്കാൻ പോവുക എന്നുള്ള സൂചന പ്രകൃതിക്ക് അറിയാന്നാ പറയുന്നത്. നേരാണോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ, പക്ഷെ എൻ്റെ കാഴ്ചപ്പാടില് പ്രകൃതിക്ക് അറിയാം. കാരണം അതുപോലെ കായ്ച്ച് കിടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിസ്സാരം ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീട്ടിൽ പോയേ, ഞാൻ അറിയുന്ന ഒരു വീട്ടിൽ പോയി, അവിടുത്തെ മുല്ലപ്പൂ കായ്ച്ചാണെങ്കിൽ ആ മുല്ലയിൽ ഒരു ഇലയില്ല, മൊത്തം കായ്ച്ചു നിൽക്കുക, കട്ടമുല്ലപ്പൂവാ കായ്ച്ചു നിൽക്കുക. അന്നേരം എനിക്ക് കണ്ടിട്ട് കൊതി വന്നു കേട്ടോ. മുല്ലപ്പൂ അല്ലേ, നമ്മൾ ചെറുപ്പത്തിലെ മുല്ലപ്പൂ പറിച്ച് കോർക്കൂല്ലോ, അന്നേരം എനിക്ക് കണ്ടിട്ട് ഭയങ്കര കൊതിയായേ മുല്ലപ്പൂ കണ്ടിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ കൊതിയൊക്കെ വിട്ടേച്ച് വന്നു, 2-3 പൂ പറിച്ച് കയ്യിലും വെച്ചു. പിന്നെ ഞാൻ ശരിക്കും ആ മുല്ലപ്പൂ നോക്കിയിട്ടാ വന്നട്ടോ. ആ മുല്ലപ്പൂ നോക്കി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഇല്ലേ, ഒരാഴ്ച കഴിഞ്ഞപ്പോ അവിടുത്തെ അമ്മൂമ്മ മരിച്ചു. ഒരാഴ്ച ആ മുല്ലപ്പൂ നോക്കി ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അമ്മൂമ്മ മരിച്ചു. അതാ പറഞ്ഞ, പ്രകൃതിക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും
പ്രകൃതി മനസ്സിലാക്കിയ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാറ്റായിട്ടും വെട്ടമായിട്ടും പിന്നെ കായ്ഫലങ്ങളായിട്ടും എല്ലാം പ്രകൃതിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരും അല്ലേ. പിന്നെ സൂചന വരും. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞേ, എൻ്റെ അമ്മയെ എന്നോട് പറഞ്ഞേ, നമ്മൾ പണ്ട് എന്നിട്ട് ഞാൻ ഓർക്കും ചെറുപ്പത്തിലെ നമ്മളെ സമാധാനിപ്പിക്കാനും കരയാതിരിക്കാനും കഥ പറയുന്നതെന്ന് ഓർക്കുവേ. എന്നിട്ട് എൻ്റെ അമ്മ പറയാണ്, എൻ്റെ അമ്മയുടെ നാത്തൂൻ മരിച്ചപ്പോൾ ഇല്ലേ, അവിടെ മരിച്ചു. അവിടെ നാത്തൂനും അമ്മയും ഒരു 200 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്, നാത്തൂനും എൻ്റെ അമ്മയും. എന്നിട്ട് എൻ്റെ അമ്മയുടെ നാത്തൂൻ മരിച്ചപ്പോൾ പകല് അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. 2 മണിയായി, ഉച്ച കഴിഞ്ഞു, 2 മണിയായി. കട്ടിലേൽ വെറുതെ ഇങ്ങനെ കിടന്നപ്പോഴത്തേനും ഇല്ലേ, 200 കിലോമീറ്റർ അകലെ മരിച്ച നാത്തൂൻ അമ്മയുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം ഞങ്ങൾ എപ്പോഴും ചോദിച്ചേ, അമ്മ നാത്തൂൻ മരിച്ചത് അമ്മയുടെ അടുത്ത് വന്നല്ലോ, പിന്നെ എന്നാ കുഴപ്പമെന്ന്. പക്ഷെ അന്നേരം അമ്മ പറയാ, അങ്ങനെ അല്ലടി, ഒരാൾ മരിച്ചു കഴിഞ്ഞതേ ഇല്ലേ, ആ ആത്മാവ് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരുടെ അടുത്തേക്ക് പോകുന്നു, ആ ആത്മാവ്. അന്നേരം 200 കിലോമീറ്റർ. അന്നേരം അമ്മ ഇങ്ങനെ 2 മണിയാകുമ്പോൾ നല്ല ഉറക്കവാ, ഇങ്ങനെ ഉച്ച കഴിഞ്ഞു. അന്നേരം അമ്മ തുണിയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടോ, ഞങ്ങൾ സ്കൂളിൽ പോയി. അന്നേരം അമ്മ തുണിയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടോ, എന്നാൽ വെയിലത്തൊന്ന് തുണിയൊക്കെ പെറുക്കണമെന്ന് ഓർത്തോണ്ട് അമ്മ ഉച്ചയായപ്പോൾ ഇങ്ങനെ ഒന്ന് മയങ്ങിര എടീന്നൊരു വിളി കേട്ടു. 2 മണിയായപ്പോൾ. ആ 2 മണിയായപ്പോൾ അമ്മയുടെ നാത്തൂൻ അവിടെ മരിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് ആകെപ്പാടെ വെപ്രാളവും പരവേശവും വെള്ളം കുടിക്കാനുള്ള ദാഹവും ഒക്കെ വന്നു കേട്ടോ. ദാഹമൊക്കെ വന്നപ്പോഴത്തേനും അമ്മ മനസ്സിൽ ഓർത്തു. അമ്മയ്ക്ക് അന്നേരത്തിന് മനസ്സിനൊരു വിഷമം ഉണ്ടായി. എന്നുവെച്ചാൽ ഇതെന്നെ ഇങ്ങനെ കണ്ടത് അല്ല, പട്ടാപ്പകലല്ലേ ഇതെന്നെ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായേ. അന്ന് വൈകുന്നേരം മരണം അറിയിക്കാനായിട്ട് അവിടെ ആള് വന്നു. അമ്മയുടെ നാത്തൂൻ മരിച്ചെന്ന് മരണം അറിയിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ആള് വന്നു. അന്നേരം അമ്മ, ഞങ്ങൾ പോയി കേട്ടോ, ഞാൻ ചെറുതാ. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ അമ്മ ചോദിച്ചു, എത്ര മണിക്കാ മരിച്ചെന്ന് അവിടെ ചെന്നിട്ട് ചോദിച്ചു. അന്നേരം പറഞ്ഞു 2 മണിക്കാ മരിച്ചെന്ന്. ആ 2 മണി ആയപ്പോൾ ആ മരിച്ച വ്യക്തി അമ്മയുടെ അടുത്ത് വന്നു, ആത്മാവ് വന്നു, അങ്ങനെ പറയുന്ന കേട്ടോ. അതുപോലെ അങ്ങനെയൊക്കെ കേട്ടോ പ്രകൃതി, ആത്മാവ്, പിന്നെ എല്ലാത്തിനും ഒരു സത്യമുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ സത്യവും ഇല്ല, നെറിയില്ലാതുള്ളൂ. ബാക്കി എല്ലാവർക്കും, ഒരു കുഞ്ഞു പൂവിന് പോലും ഉണ്ട് സത്യം. ഞാൻ പറയട്ടെ, 4 മണിച്ചെടി എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ, ഇല്ലേ, ഉണ്ട്. എന്നിട്ട് അത് കൃത്യം 4 മണിയാകുമ്പം ആ ചെടി വിരിഞ്ഞു നിൽക്കുകയല്ലേ. 4 മണിച്ചെടി എൻ്റെ മുറ്റത്തുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു 4 മണിച്ചെടി. എന്നിട്ടില്ലേ, ആ 4 മണിയാകുമ്പോൾ ആ 4 മണിച്ചെടി വിരിഞ്ഞു നിൽക്കും. പിന്നെ രാവിലെ 10 മണിച്ചെടി എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടല്ലേ, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നട്ടിട്ടില്ല, ഇന്നും ഞാൻ നടക്കുന്നിടത്തൊക്കെ ഉണ്ട് കേട്ടോ 10 മണിച്ചെടി. രാവിലെ 10 മണിയാകുമ്പോൾ ഇല്ലേ, ആ പൂവ് വിരിഞ്ഞു നിൽക്കും. അതാ ഞാൻ പറഞ്ഞ, പ്രകൃതിക്ക് സത്യമുണ്ട്. പിന്നെ സസ്യങ്ങൾക്ക് സത്യമുണ്ട്, വൃക്ഷങ്ങൾക്ക് സത്യമുണ്ട്, എല്ലാവർക്കും സത്യങ്ങളുണ്ട്. പിന്നെ ഇല്ല, നമ്മൾ എന്തെങ്കിലും അപകടം വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സൂചന തരും, സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രകൃതി കാണിച്ചു തരുന്ന ഓരോരോ സൂചനകൾ നമുക്ക് വരും. ആ സൂചനകൾ വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാകാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോനെ ബൈക്കിടിച്ചു എന്ന് പറഞ്ഞാൽ കാല തട്ടിയത്. എന്നിട്ട്
സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് സ്റ്റിച്ചൊക്കെ ഇട്ടു. അന്നേരം 8-10 സ്റ്റിച്ചും ഉണ്ടായിരുന്നു. പിന്നെ തൊലി ഒരു ഭാഗം, കാലിൻ്റെ ഒരു ഭാഗം തൊലി അങ്ങ് ചേന്തിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഇല്ലേ, നാളെ ബൈക്ക് ഇടിക്കുവാണ് ഇന്ന് രാത്രി. ഒരു ദിവസം മുമ്പ് ഞാനിങ്ങനെ നല്ല ഉറക്കത്തിലാണ്. അന്നേരം 1 മണി ആയി. 1 മണിയായി. അന്നേരത്തേന് ഇങ്ങനെ കുറേ പിള്ളേർ ബൈക്കേ പോവുക. ഞാൻ സ്വപ്നം കാണുന്ന കുറേ പിള്ളേർ ഇങ്ങനെ ബൈക്കേ പോകുമ്പോഴത്തേനില്ലേ, പിള്ളേർ ബൈക്ക് മറിഞ്ഞ് ഇങ്ങനെ ഒരു പറമ്പെന്ന് പറഞ്ഞാൽ കൊക്ക പോലത്തെ ഒരു അരികിലേക്ക് വീണു. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു. എന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ 1 മണിയായി. 1 മണിയായപ്പോൾ പിന്നെ ഞാൻ വെള്ളവും കുടിച്ചിട്ട് പിള്ളേരുടെ മുറിയിൽ ചെന്ന് പിള്ളേർ ഉറങ്ങുന്നത് നോക്കിയിട്ട് ഞാൻ പിന്നെയും വന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ആ രാത്രി കഴിഞ്ഞിട്ട് രാവിലെ അല്ലല്ലോ, ഉച്ചയായപ്പം മൂത്ത മോനെ ബൈക്ക് തട്ടി. അതാണ് ചില സ്വപ്നങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ, അല്ല പ്രകൃതി സൂചിപ്പിക്കുന്ന പോലെ തന്നെ സത്യങ്ങളായിരിക്കും. അതെ, പ്രകൃതിക്ക് വരെ സത്യമുണ്ട്. അത് സത്യമായിരിക്കും. അത് നമ്മൾ ചിന്തിക്കുന്ന എന്തോ അതെല്ലാം സത്യമായിരിക്കും, അല്ലേ? അതെ, എൻ്റെ കാര്യത്തിൽ അതെ. കാരണം അങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സത്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നമ്മൾ സ്വപ്നം കാണുന്ന ഏതൊരു കാര്യവും അത് എവിടെയെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളതാണ്. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പോഴേ ഏതൊരു കാര്യങ്ങളും അത് എവിടെയെങ്കിലും നടക്കുന്നതായിരിക്കും. എന്നിട്ടില്ലേ, ഞാൻ ഒരു ദിവസം രാത്രിയിൽ സ്വപ്നം കണ്ടേ, ഒറിജിനലാട്ടോ സ്വപ്നം കണ്ടു. എൻ്റെ ദോശക്കല്ല് നിലത്ത് വീണു പൊട്ടി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദോശക്കല്ല് നിലത്ത് വീണു പൊട്ടി സ്വപ്നം കണ്ടു. പക്ഷെ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ ദോശക്കല്ല് പൊട്ടി തന്നെ ഇരിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ നമുക്ക് ഈ ടെൻഷൻ പിടിച്ച സൂചനകൾ നമ്മൾ തരുമ്പോൾ ഇല്ലേ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പിന്നെ നമ്മൾ ഓരോരോ ദിവസവും മുന്നോട്ട് പോകാൻ. കഷ്ടകാലം വരുന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ ജീവിത രീതി നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് എന്നുവെച്ചാൽ പാപ്പുവിനെ വണ്ടി ഇടിച്ചു. അന്നേരം എനിക്ക് തോന്നി നമുക്ക് എന്തോ കഷ്ടകാലം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വരാനുള്ളത് പാപ്പുവിന് മാറിപ്പോയതാ എന്ന് ഞാൻ ഓർക്കുന്നു. എനിക്ക് അന്ധവിശ്വാസം, എനിക്ക് അല്ലെങ്കിലും ഈ മന്ത്രം, ചരട്, പിന്നെ അന്ധവിശ്വാസം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ കഷ്ടകാലത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഓർക്കും. ഞാൻ ഓർക്കും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, മനുഷ്യർക്ക് വരേണ്ടത് മൃഗങ്ങൾക്കായിട്ട് മാറിപ്പോകും ഒരു വീട്ടിൽ. ഇപ്പം ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അന്നേരം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ. പിന്നെ നിങ്ങളുടെ കറി എന്നാന്ന് പറയണം. ഇത് എൻ്റെ കറി ഉരുളക്കിഴങ്ങ് പിന്നെ കപ്പളങ്ങ വെച്ചു. എന്നത് എന്നും വെക്കുന്നേ, മടുത്തു. കഞ്ഞി, ചോറ്, കറി മടുത്തു. അന്നേരം നിങ്ങൾ എന്നാ കറി വെച്ചതെന്ന് പറയണേ. ഞാനിതൊക്കെ വെച്ചു.